ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ നാമത്തിനാൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി. കർത്താവേ, ഞങ്ങൾക്ക് സകലതും സാധ്യമാക്കുന്ന, ഞങ്ങളുടെ ആകുലതകളെ നീക്കുന്ന, ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, കർത്താവേ, പകർച്ച നൽകുന്ന അങ്ങയുടെ സാന്നിധ്യം, പാപവും പശ്ചാത്താപവും നൽകുന്ന, പുതുജനത്തെ നടത്തുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഞങ്ങളെ ഏറ്റവും ബലപ്പെടുത്താൻ പഠിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും കർത്താവിനെ മാറ്റമില്ലാത്ത വരെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിന് ആവശ്യമായ ആ ജീവനദി നമ്മിലേക്ക് ഒഴുക്കുവാനുള്ള ചാലി കീറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ശുശ്രൂഷയിലൂടെയും. ദൈവത്തെ പരിശുദ്ധാത്മാവ് നമുക്കത് എത്രമാത്രം പ്രയോജനപ്പെട്ടു, നമുക്കത് എത്രമാത്രം പ്രയോജനപ്പെടുത്താം. അമൂല്യമായ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്, നമ്മെ വിശുദ്ധ ജീവിതത്തിന് പ്രാപ്തരാക്കുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിനെ മാറ്റമില്ലാത്ത വചനം. നാം കേട്ട വചനങ്ങളോട് നമ്മൾ നീതിയുള്ളവരായിരിക്കുക, നീതിയുള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതത്തെ ആ വചനങ്ങളിലൂടെ എത്രമാത്രം ഇനി രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ കേൾക്കുക മാത്രമല്ല, ഞാൻ ഈ വചനം കേട്ടിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണ് മാറ്റം വരുത്തുന്നത് എന്ന് ഞാൻ കണ്ടെത്തിയ എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന ജീവനദി അത് ചാലികേറി ഒഴുകുവാൻ ദൈവം അനുവദിക്കുന്ന ആ ചാലിൽ അത് ഒഴുകുവാൻ തടസ്സമായിരിക്കുന്നതെല്ലാം നീങ്ങിപ്പോകുവാൻ നമുക്കിന്ന് ഇടയാകട്ടെ. അവിടെ ദൈവങ്ങളെ ശോധന ചെയ്യാം. നമുക്കിന്ന് കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം 2:11 കേൾക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവരുടെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. ഇന്ന് അനേകർക്കും സംഭവിക്കുന്ന പ്രശ്നം ഇങ്ങനെയൊക്കെ വചനമൊക്കെ കേട്ട് കാര്യമൊക്കെ ചിന്തിച്ച് തീരുമാനിച്ചു പോകും. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ സാധാരണ തോൽപ്പിച്ചു കഴിയും. വളരെ നല്ലതെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ അവർക്ക് കൊള്ളാമെന്ന് തോന്നുന്നതോ ലാഭം തോന്നുന്നോ ഒക്കെ കാര്യങ്ങളിലൂടെ സാധാരണ പല ദൈവങ്ങളെയും തോൽപ്പിച്ചു കഴിയുന്ന ഒരു സാഹചര്യം. അത് ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല, അത് ലോകസ്ഥാപനം പോലെ ഉണ്ട്. അനേകരെ വീഴ്ച പറഞ്ഞു. നമുക്കറിയാം. പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 51 വചനം പറയുകയാണ് എങ്ങനെയാണ് സാത്താന്റെ ഒരു പരിപാടി, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റി കളയുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി കളയുക, ജഡത്തിന്റെ വ്യാപാരങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റി കളയുവാൻ സാധാരണ പല തന്ത്രങ്ങളും കാണിക്കും. നാമോ അറിവില്ലാത്തവരാകരുതെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പുസ്തകപ്രവൃത്തി 2:51 ശാഠ്യക്കാരൻ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദമില്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പൊ ഇത് എപ്പോൾ തുടങ്ങിയ ഈ എതിർത്ത് നിൽപ്പ്? പ്രത്യേക പിതാക്കന്മാർ മുതലേ ഇസ്രായേൽ ജനത്തിൽ മുതലേ ആരംഭിച്ചതാണ് ഈ ശാഠ്യവും എതിർത്ത് നിൽപ്പും. അതിന്ന് നമ്മുടെ തലമുറയിൽ നിൽക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് അനേക കർത്തദാസന്മാരിലൂടെ ഇപ്പോഴും നമ്മെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ആസന്നമായ വരവിൽ നിന്ന് നമ്മെ എടുക്കപ്പെടാതിരിക്കാൻ തടയുന്ന തന്ത്രങ്ങളാണ് സാത്താൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാലഘട്ടത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അവന്റെ തന്ത്രങ്ങൾ പുതിയ പുതിയ വേഷത്തിലും ഭാവത്തിലും വരും. എന്നിരുന്നാലും അവയുടെയൊക്കെ ആകത്തുക എന്നത് ശാഠ്യവും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദമില്ലാത്തതുമാണ്. അഥവാ വേർപാടും വിശുദ്ധിയും ഇല്ലാത്തതാണ് എന്ന് നാം കണ്ടെത്താൻ കഴിയും. ഈ ലോകം വ്യത്യസ്തമായ രീതിയിൽ സാധാരണ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യരെ തന്റെ വഴിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവമോ തന്റെ മാറ്റമില്ലാത്ത വചനമെന്ന ഏക വഴിയിലൂടെയാണ് തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പറയുന്ന ശബ്ദത്തിലോ ഒച്ച കൂട്ടിയോ കുറയ്ക്കാമെന്ന് ഞാൻ പറയില്ല. പരിശുദ്ധാത്മാവ് അവരവരുടെ ഹൃദയങ്ങളിൽ തരുന്ന ബോധ്യത്തിനും പ്രാപ്തിക്കുമൊത്തവണ്ണം സ്തോത്രവും നന്ദിയും അവർ തന്നെ പറയുന്നതാണ് കർത്താവിന് കൂടുതൽ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പോഴത് എല്ലാ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിന് യോഗ്യമായ വിധത്തിൽ പിശാച് ആ കാലഘട്ടത്തിന്റെ സംസ്കാരമോ ഭാഷണോ അല്ലെങ്കിൽ ട്രെൻഡ് എന്നൊക്കെ വ്യത്യസ്ത പേരുകൾ ഇട്ടുകൊണ്ട് അല്ലേ. ഇന്നത്തെ ട്രെൻഡ് ഈ ആഴ്ചയിലെ പ്രത്യേകത ഓണം എന്ന പരിപാടിയാണ്. ആ ഓണത്തിന്റെ മറവിൽ പിശാച് പല പണിയും ചെയ്യും.
ഈ ഓണത്തിന്റെ ആഘോഷത്തിനിടയിൽ പിശാച് പല പണിയും ചെയ്യും. പരശുരാമൻ വഴി തുടങ്ങിയിട്ടാണ് കേരളം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നു. അപ്പോൾ പരശുരാമൻ മുമ്പാണ് ഈ മാവേലി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ കേരളത്തിൽ ഈ ഓണം നടത്തിയത് വെള്ളത്തടിയിലായിരുന്നു. തന്നെയുമല്ല, കേരളം രൂപീകരിച്ചിട്ട് കുറച്ച് വർഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ലേ. അതിനു മുമ്പ് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ കേരളം ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ ഇവിടെ ഓണം ആഘോഷം പറയുമ്പോൾ ഏതെങ്കിലും ചെറിയ ഗ്രാമത്തിലായിരിക്കും അല്ലേ? പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, നമ്മളതിലേക്ക് കടക്കുന്നില്ല. അപ്പോ പിശാച് പല രൂപത്തിൽ മനുഷ്യനെ എങ്ങനെ തന്റെ വരുതിയിലാക്കാം, ലോകത്തിനും പാപത്തിനും തന്റെ അവശ്യമായ പല കാര്യങ്ങൾക്കും മനുഷ്യൻ വിധേയപ്പെടുത്തുന്ന വളരെ ആകർഷകമായ രീതിയിൽ പിശാച് പലതും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, സാധാരണ നമ്മെ തോൽപ്പിക്കരുത്, അവരുടെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ. പത്രോസ് പറഞ്ഞു, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ തിരഞ്ഞെടുക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇത് പെരുമ്പാൻ വരെ വിഴുന്ന പോലെ അല്ല. എങ്ങനെ വിഴുന്നത്? മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തൻ്റെതായ ജഡികത കുത്തിവെച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിൽ തിന്മയും ജഡികതയും നിറച്ച് അവനെ ലോകത്തിലേക്ക് അഥവാ സാധാരണ ലോകത്തേക്ക് വിഴുങ്ങിക്കളയുന്നത്, കർത്താവിന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത്. പിശാചുകൾ പല വഴികളിലൂടെയും മനുഷ്യൻ സ്വാധീനിക്കും. ഈ പരിഷ്കൃത ലോകത്തിന് അഭികാമ്യവും അല്ലെങ്കിൽ അത് ഏറ്റവും ചേർച്ചയുള്ളതാണ്, അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ എങ്ങോട്ടാണ് അവനെ ആകർഷിക്കപ്പെടുന്നത്? അതിന്റെ അടിസ്ഥാന തലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് അത് നൂറ്റാണ്ടുകളായി അഥവാ നൽകിയ അന്നു മുതൽ ഗതിയിൽ മാറ്റം വരാത്ത, തിരുത്താൻ ആവശ്യമില്ലാത്ത, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആ മാറ്റമില്ലാത്ത വചനത്തിലൂടെയാണ് ദൈവം തന്റെ മക്കളെ നിലനിർത്തുന്നത്, തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോയാൽ പിശാച് വിഷമായി. പിശാച് പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമ്മൾ പ്രാപിക്കാതിരിക്കാം എന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പരിപാടിയാണ് പിശാചിനുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവാത്മാവോ നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെട്ടിട്ട് ആ ഐക്യത്തിലും അഭിഷേകത്തിലും നാം ഏറ്റവും ബലപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദിമ നൂറ്റാണ്ട് മുതൽ സ്വന്തം പ്രാപ്തി കൊണ്ടോ പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നതിന് പിശാച് വഴക്കമില്ല. എന്നാൽ ഉയരത്തിലെ ശക്തി കൊണ്ട് ആ ശക്തിയെ പ്രാപിച്ചിട്ട് അതിന് മാത്രമേ പിശാച് കളിക്കുള്ളൂ. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തിയോടെ ഇറങ്ങുന്നവനെ പിശാച് ഇറങ്ങാൻ പറ്റുകയില്ല. ഉയരത്തിലെ ശക്തി കൊണ്ട് വേല ചെയ്യുന്നവനെ തടയുവാൻ പിശാചിന് കഴിയുകയില്ല. അവൻ ഉയരത്തിലെ ശക്തിക്ക് കീഴെയാണ്, മേലെയല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് പല വഴിക്കാണ് മനുഷ്യനെ പരാജയപ്പെടാൻ ശ്രമിക്കുന്നത്. ഇനിയും കൊരിന്ത്യരുടെ 2-ാം ലേഖനം 2:4 വരുമ്പോൾ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. ഹല്ലേലൂയ. ഇന്നിപ്പം വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കാൻ വളരെ എളുപ്പമായിട്ട് സംഭവം പിശാച് കണ്ടുപിടിച്ചിട്ടുണ്ട്. യൂട്യൂബ്, മീഡിയ, അതിൽ തന്നെ വിശ്വാസികൾ കണ്ണ് തുറപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, ആരാധനകളുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്. അതിലേക്ക് നോക്കാൻ സമ്മതിക്കത്തില്ല. ജഡികതയിലേക്കും ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിലേക്ക് നോക്കുവാനാണ് പിശാച് കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കുക. അവരുടെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഉയരത്തുള്ള ശക്തിയെ പ്രാപിച്ചിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഉയരത്തുള്ള ശക്തി ലഭിക്കുവോളൂ നഗരത്തിലെ പാർപ്പിൻ. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാപിച്ചിട്ട് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നീ കടന്നു പോകുക. നീ നഗരങ്ങളെ കീഴടക്കും, നീ പ്രദേശങ്ങളെ കീഴടക്കും. ഈ ലോകത്തെ ദേവൻ നിന്റെ മുമ്പിൽ മാറി നിൽക്കും. ഹല്ലേലൂയ. യേശു കടന്നു വന്നപ്പോ, യേശു വന്ന ഗദരദേശത്ത് യേശുവിനെ ആ നാട്ടിലുള്ള വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായില്ല, അവിടുത്തെ പോലീസുകാർക്ക് മനസ്സിലായില്ല, അവിടുത്തെ പുരോഹിതന്മാർക്ക് ആർക്കും മനസ്സിലായില്ല. ഒരു ഭൂതഗ്രസ്തൻ കണ്ടേച്ച് വിളിച്ചു പറഞ്ഞു, യേശുവേ മഹോന്നത ദൈവത്തിന്റെ പുത്ര. ഈ കൂടെ ആർക്കും മനസ്സിലായില്ല. ആർക്കും മനസ്സിലായി? പിശാചിന് മനസ്സിലായി. അതുകൊണ്ട് ദൈവത്തിലെ നീ എവിടെ ചെന്നാലും നിന്നെ തിരിച്ചറിയുന്നുണ്ട്. കർത്താവ് തന്നെ അറിയാം, ദൂതന്മാർക്ക് തന്നെ അറിയാം, പക്ഷെ പിശാചിന് തന്നെ അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഈ ഉയരത്തിലെ ശക്തിക്കായി,
ഈ പരിശുദ്ധാത്മ നിറവനായി ഏറ്റവും ദാഹിപ്പിക്കുകയും വാഞ്ചിപ്പിക്കുകയും തിരുവനന്തപുരത്ത് അങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തികളല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അല്ലാത്തതൊന്നും നിലനിൽക്കുകയില്ല. പുല്ലുകൊണ്ടോ വൈക്കോലുകൊണ്ടോ മരം കൊണ്ടോ ഉള്ള പണിയൊക്കെ ബന്ധുപോകും. ഹല്ലേലൂയ. ആത്മനിറവോടെ നീ പ്രവർത്തിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയിൽ നമ്മൾ ഇതിനു മുമ്പ് ദൈവദാസനെ കേട്ട വചനം വെളിപ്പാട് 3:4 കേട്ടായിരുന്നു, 3:4 കേട്ടിരുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സദീസിനെ കൊണ്ട സദീസിലെ സഭയില ഉടുപ്പ് മലിനമാകാത്ത, ഇതെന്റെ ശരീരത്തിന്റെ ഉടുപ്പാണ്, പക്ഷെ എന്റെ ആത്മാവിന്റെ ഉടുപ്പ് ഈ ശരീരമാണ്. ഹല്ലേലൂയ. ഈ ഉടുപ്പ് ചെളി വെച്ചാൽ വരിക, പക്ഷെ എന്റെ ശരീരം ചെളി വെച്ചാണ്. അത് യേശുവിന്റെ രക്തത്താൽ നാം കഴുകപ്പെടുന്നില്ല എങ്കിൽ, അങ്കി അടക്കി വെളുപ്പിക്കുന്നില്ല എങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് 7:9 കണ്ടു. ഇതിന്റെ ശേഷം സകല ജാതികളും ഗോത്രത്തിലും വംശങ്ങളും ഭാഷകളും ഉള്ളവരായി ആർക്കു വേണ്ടി കൂടാത്ത വലിയ പുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ ഗുരുത്വലയമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പായി നിൽക്കുന്നത് ഞാൻ കണ്ടു. വെള്ള നിലയെങ്കിൽ ധരിക്കണം. ഈ ഉടുപ്പ് അവന്റെ രക്തത്താൽ അലക്കി വെളുപ്പിക്കണം. അവന്റെ ആത്മാവിൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി ലഭിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും ശക്തിയോടെ അജയ്യനായി ക്രിസ്തുവേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഇടയാക്കണം. നമ്മുടെ സാക്ഷ്യം കണ്ടിട്ട് അനേക ഇവന്റെ ദൈവത്തെ, അവന്റെ ദൈവമാരാണ്, ഇവനിലെന്ത് പ്രത്യേകത ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ പ്രത്യേകത ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, അവർ ഏത് സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സ്വസ്ഥനായിരിക്കുവാൻ സമാധാനത്തിലായിരിക്കാൻ കഴിയുന്ന ഇവന്റെ ദൈവമേത്, ആര്, അവന്റെ പ്രവൃത്തികളൊക്കെ ദൈവം സാധിക്കുന്നു എന്നിങ്ങനെ നമ്മെക്കുറിച്ച് കരുതുവാൻ തക്കവണ്ണം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അവന്റെ മഹാകൃപയ്ക്ക് നാം അവന് അറിവില്ലാത്ത ദുഷ്ടന്റെ തന്ത്രങ്ങൾ നമ്മെ അതിൽ നിന്ന് തിരിക്കുവാൻ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ നാം അറിവില്ലാത്തവരാകരുത് എന്ന തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം അറിഞ്ഞ തിരുവെഴുത്തിനോട് നാം വിശ്വസ്തരായിരിക്കണം. തിരുവെഴുത്ത് നമ്മെ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകേണ്ടതിന് വലിയ ദാഹത്തോടും വാഞ്ചയോടും ഉയർന്നുള്ള ഈ അഭിഷേകത്തെ പ്രാപിക്കുവാനുള്ള ആ വലിയ ഒരു ദാഹവും വാഞ്ചയും നമുക്കുണ്ടാകാൻ ഇടയാകട്ടെ. സ്നാപയോഹന്നാൻ പൗരോഹിത്യത്തിന്റെ വസ്ത്രവിധാനങ്ങളില്ലാതെ അവൻ സാധാരണ ജനത്തോട് ഇടിനാഥത്തിന്റെ ശബ്ദത്തോടെ നമ്മെ ആത്മസ്നാനം കഴിപ്പിക്കേണ്ടവന്റെ രാജവിധി ഒരുക്കുവാൻ ഇറങ്ങി വന്നു. ആ ജനത്തോട് അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വെള്ളത്തെ സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിൽ തീയുകൊണ്ടോ എന്നെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വന്നു, യേശു വന്നു, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, അത് യേശു പറഞ്ഞ നീ ഉയർന്നുള്ള ശക്തി പ്രാപിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് സ്നാപകൻ വഴിയൊരുക്കി തന്ന യേശു നമ്മെ വിളിച്ച് വേർതിരിച്ച അവന്റെ പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ പിതാവിൽ നിന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇന്ന് അധികമായി പ്രാപിക്കുവാൻ, വീണ്ടും വീണ്ടും പ്രാപിക്കുവാൻ സഭ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ കൂടി വന്ന പ്രാർത്ഥനകളിൽ അവർ ഏറ്റവും ബലപ്പെട്ടിട്ടുണ്ട്. സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോൾ, സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോൾ അവരൊക്കെ കൂടി വന്ന് പ്രാർത്ഥിച്ചിടത്ത് അവർ കൂടിയ സ്ഥലം കുലുങ്ങുവന്നൊക്കെ അവർ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് കുറവ്. ഇന്ന് നമ്മൾ ചുരുക്കം ആൾക്കാരുടെ ഉള്ളുവെങ്കിലും ഇവിടെ കുലുക്കുന്ന, നമ്മുടെ ജീവിതത്തെ കുലുക്കുന്ന, നമ്മുടെ വഴികളെ പുതുതാക്കുന്ന ആ അഭിഷേകത്തിന്റെ പുഷ്ടി പ്രാപിച്ചുകൊണ്ട് യെശയ്യാ 32:15 പറഞ്ഞിരിക്കുന്നത് പോലെ ഉയരത്തുള്ള അഭിഷേകത്തിന്റെ പുഷ്ടി മരുഭൂമി ഉദ്യാനമാക്കി മാറ്റുന്ന. ഇതുവരെ നിന്റെ ജീവിതം മരുഭൂമി സദൃശ്യമായിരുന്നോ? നിന്റെ ശുശ്രൂഷയിൽ സഭയും അങ്ങനെയായിരുന്നോ? ഏതൊക്കെ തലങ്ങളിൽ നിനക്ക് മരുഭൂമി അനുഭവം ഉണ്ടോ? അവിടെയൊക്കെ ഉദ്യാന സദൃശ്യമാക്കി മാറ്റുന്ന, വലിയ നീരുടെ ഉറവയാക്കി മാറ്റുന്ന ആ ഉയരത്തുള്ള അഭിഷേകത്തിന്റെ പകർച്ച നമ്മൾ പ്രാപിച്ചു നോക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നിത്യനായ ദൈവമേ, അപരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്ത ശക്തിയായി, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ശക്തിയായി, ഞങ്ങളെ പുതുതാക്കുന്ന ആത്മശക്തിയായി ഇത് ഞങ്ങളുടെ മേൽ പകരപ്പെട്ട് വർത്തിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആന്തരിക ദുഃഖങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങൾ വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭയെ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ.
പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇത് ഞങ്ങളുടെ മേൽ പകർന്ന കർത്താവേ, ഞങ്ങൾ വന്നതിനേക്കാൾ അധികമായ അഭിഷേകത്തോടെ മടങ്ങുവാൻ വേണം കർത്താവേ, ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ, അഭിഷേകത്തെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളറിയ ദൈവമേ, ഞങ്ങളുടെ കുറവുകളൊക്കെ നീക്കണമേ. അങ്ങയുടെ ആത്മപ്രവാഹത്തിന് പാട്ടുകാരൻ പാടിയതുപോലെ എന്നിന്റെ തടസ്സങ്ങൾ ഞാൻ നീക്കാം, എന്നിന്റെ അശുദ്ധികൾ ഞാൻ നോക്കാം, എന്നിലൂടെ ഒഴുകണമേ എന്ന പാട്ടുകാരൻ പാടിയതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലൂടെ ധാരാളമായി ഒഴുകണമേ, ഞങ്ങളിലൂടെ പകർന്നൊഴുകണമേ. എല്ലാ അശുദ്ധിയെ നീക്കുന്ന, വിശുദ്ധിയെ പകരുന്ന, ആത്മശക്തിയായി പുതുതാക്കുന്ന അഭിഷേകത്തിന് അഗ്നിഅഭിഷേകം ഞങ്ങളുടെ മേൽ വരണമേ. അഗ്നിമതിലായി തീമതിലായി ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, തീമതിലായി അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം.